നിങ്ങളും നിങ്ങളുടെ മക്കളെയും പ്രേരിപ്പിക്കണം. ചലിച്ചുകൊണ്ടിരിക്കുക, എനർജറ്റിക് ആവുക. ശരീരവും മനസ്സും എനർജറ്റിക് ആവുക. അങ്ങനെ എനർജറ്റിക് ആവണമെങ്കിൽ എന്ത് വേണം? നിങ്ങൾ മനുഷ്യനും പ്രകൃതിയും മനുഷ്യനും ദൈവവും തമ്മിലുള്ള കണക്ഷൻ ഉണ്ടല്ലോ. ഈ ദൈവം എന്ന് പറഞ്ഞാൽ ആരെങ്കിലും അമ്പലത്തിൽ ഇങ്ങനെ ചമ്രം പടിഞ്ഞിരുത്തിട്ട് നമ്മക്കൊണ്ട് കൊടുക്കുന്ന അവിലും മല്ലും വാങ്ങി തിന്നുന്ന ആളാണ് ദൈവം എന്നൊന്നും തെറ്റിദ്ധരിച്ചേക്കരുത്. നേർച്ച വാങ്ങുന്ന ആള് ദൈവം എന്ന് ധരിച്ചേക്കരുത്. 1000 വട്ടം പേര് പറയുമ്പോ അത് കേട്ടിട്ട് ആനന്ദിക്കുന്ന ആളാണ് ദൈവം എന്ന് ഏതൊന്നും ദൈവം പറഞ്ഞിട്ടുണ്ടോ? രാമ 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 എന്ന് ജപിക്കുമ്പോ അത് കേട്ടിട്ട് ദൈവം ഭയങ്കര സന്തോഷമായി, എന്റെ പേര് ഇവൻ 10,000 അവിടെ ജപിച്ചല്ലോ, ഇതാ പിടിച്ചോ വരം എന്നൊരു ദൈവവും ഇതുവരെ പറഞ്ഞിട്ടില്ല. ദൈവം എന്ന് പറയുന്നത് മനുഷ്യനുള്ള എല്ലാ സത്യബോധത്തിന്റെയും പരമകാഷ്ഠയാണ് ദൈവം എന്ന് പറയുന്നത്. ധാർമ്മിക ബോധത്തിന്റെയും പരമകാഷ്ഠയായിട്ടാണ് ദൈവത്തെ പണ്ടല്ല അവതരിപ്പിച്ചത്. പിന്നീട് ആ ദൈവത്തിനെ എല്ലാം പിടിച്ച് ചുരുക്കി കെട്ടി കുറെ ആൾ പള്ളിയുടെ ഉള്ളിലാക്കി, കുറെ ആൾ അമ്പലത്തിന്റെ ഉള്ളിലാക്കി അതിനെ അടക്കം ചെയ്ത് കഴിഞ്ഞു. ഏറ്റവും കൂടുതൽ ദൈവ വിരോധം നടക്കുന്ന ഒരു കാലഘട്ടമാണിത്. ഭക്തിയും ഉത്സവവും പ്രാർത്ഥനയും എല്ലാം ഗംഭീരമാണ്. പക്ഷെ ദൈവത്തെ മാത്രം അങ്ങോട്ട് അടുപ്പിക്കൂല. നമ്മളെ ശ്രീകുമാരൻ തമ്പി ഒരു പാട്ട് എഴുതിയില്ലേ, ഈശ്വരനൊരിക്കൽ വിരുന്നിനു പോയി രാജകൊട്ടാരത്തിൽ വിളിക്കാതെ എന്ന പാട്ടിൽ അവസാനം ദൈവത്തിനെ അടിച്ചു പുറത്താക്കുന്ന, ദൈവത്തെ അഭിഷേകം വിഗ്രഹം വെച്ച് അവിടെ അഭിഷേകം നടക്കുന്നു, പക്ഷെ ദൈവം വന്നപ്പോൾ അങ്ങോട്ട് കയറ്റിയില്ല എന്ന് പറഞ്ഞൊരു നല്ല പാട്ട്. അതുകൊണ്ട് ദൈവം എന്ന് പറയുമ്പോൾ നിങ്ങൾ ആരും തെറ്റിദ്ധരിച്ചു പോകരുത്. ഇങ്ങനെ രൂപാധിഷ്ഠിതമായിരിക്കുന്ന, ഇങ്ങനെ ചോദിക്കുമ്പോൾ കൊടുക്കുന്ന ആളാണ് ദൈവം എന്നൊന്നും വിചാരിക്കരുത് കേട്ടോ. ദൈവം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലെ നന്മയുടെ പരമാവസ്ഥ. പ്രകൃതി, മനുഷ്യൻ, ദൈവം, ഇത് മൂന്നും ചേരുന്നതാണ് നമ്മുടെ പ്രപഞ്ച ജീവിതം. ദൈവം എന്ന് പറഞ്ഞാൽ മനസ്സിനകത്ത് വിളിച്ചു. പ്രകൃതിയും ഈശ്വരനും ഞാനും നിന്റെ പ്രതിരൂപങ്ങളാണെന്ന് ഈ ആലപ്പുഴയിൽ എത്തുമ്പോൾ എനിക്ക് വയലാറിന്റെ പാട്ടിങ്ങനെ ഓർമ്മ വരുന്നത്. പ്രളയപയോധിയിൽ ഉറങ്ങിയുണർന്നൊരു പ്രഭാമയൂഖമേ കാലമേ, പ്രകൃതിയും ഈശ്വരനും ഞാനും നിന്റെ പ്രതിരൂപങ്ങളല്ലേ. ഇത് മൂന്നിനോടുമുള്ള നിരന്തരമായ കമ്മ്യൂണിക്കേഷനിലൂടെ ആയിരിക്കണം നിങ്ങളുടെ ഇനിയുള്ള ജീവിതം പുഷ്പിക്കാൻ. നിങ്ങളുടെ ഈ ജീവിതം പച്ച പിടിക്കലല്ല, പുഷ്പിക്കുക വേണം. പലരും ജീവിതം പച്ച പിടിക്കണം എന്ന് പറഞ്ഞു അല്ലേ. പച്ച പിടിച്ചിട്ടെന്താ? ഇപ്പോ ഇതിന്റെ ചുറ്റുവട്ടം നോക്കൂ. ഇതിന്റെ ചുറ്റുവട്ടം ഇങ്ങോട്ട് വരുമ്പോ നിങ്ങളുടെ നല്ല വയലില്ലേ, നല്ല പച്ചയല്ലേ, എന്താ രസമില്ല. ആ പച്ചപ്പിൽ പൂവില്ലായിരുന്നുവെങ്കിൽ കതിരുണ്ടാവോ? കതിരുണ്ടായാലേ നെല്ലുണ്ടാവോ? പച്ചപ്പ് മാത്രം. പലരും പറയും ജീവിതം പച്ച പിടിക്കണം എന്ന് വെച്ചാൽ വെറും പിടിത്താത്. പച്ച പിടിച്ചാ പോരാ, അത് ഫ്രൂട്ട്ഫുൾ ആവണം, അതിൽ കായുണ്ടാവണം. പച്ച പിടിച്ചാ പോരാ, കായുണ്ടാവണം. കായുണ്ടാവാൻ എന്താ വേണ്ടത്? കായുണ്ടാവാൻ ഇനിയുള്ള ദിവസങ്ങളിൽ, ഇനിയുള്ള ഓരോ നിമിഷവും നിങ്ങൾ ഈ മൂന്നുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സോഫ്റ്റനാക്കണം. ഏതുമായിട്ട്? പ്രകൃതിയോടും മനുഷ്യനോടും ദൈവത്തോടുള്ള കമ്മ്യൂണിക്കേഷൻ സോഫ്റ്റനാക്കുക. എങ്ങനെയാ സോഫ്റ്റനാക്കുക? മനുഷ്യരോടുള്ള കമ്മ്യൂണിക്കേഷൻ, കുടുംബത്തോടുള്ള കമ്മ്യൂണിക്കേഷൻ. നിങ്ങളിപ്പോൾ ഇവിടെ 2-3 ദിവസം വന്ന് നിൽക്കുന്നത് വീട്ടിലുള്ളയും വ്യവസായത്തിന്റെയും ടെൻഷനെല്ലാം പരിഹരിക്കാനല്ലേ. പക്ഷെ മലയാളികൾ ചെയ്യുന്ന ഒരു വിട്ടിത്തറിയും. ഇപ്പോൾ സ്കൂൾ അധ്യാപകരാവട്ടെ, കമ്പനിയിൽ ജോലി ചെയ്യുന്നവരാവട്ടെ, അവര് കമ്പനിയിലെത്തുമ്പോൾ വീട്ടുകാരെ ആലോചിച്ച് ടെൻഷൻ അടിക്കും, വീട്ടിലെത്തിയോ കമ്പനിക്കാരെ ആലോചിച്ച് ടെൻഷൻ അടിക്കും അല്ലേ. ഇതിനാണ് പറ്റിത്തം വിട്ടിപ്പോവുക എന്ന് പറയാ. മനസ്സിലായില്ല? പറ്റിത്തം വിട്ടിപ്പോവുക, വിഡിത്തം പറ്റിപ്പോവുക എന്നുള്ളതിന് അപ്പുറം ഇപ്പുറത്ത് തിരിച്ചിരുന്നതിനാണ് പറ്റിത്തം വിട്ടിപ്പോവുക. വീട്ടിലെത്തിയ വീട്ടുകാരെ ആലോചിക്കുക, കമ്പനിയിലെത്തിയ കമ്പനിക്കാരെ ആലോചിക്കുക. അല്ലാതെ വീട്ടിലെത്തുമ്പോ നാളത്തെ കമ്പനിയിലെ കാര്യം ആലോചിച്ച് ടെൻഷൻ. കമ്പനിയിലെത്തുമ്പോ അയ്യോ വീട്ടിൽ ഭാര്യയ്ക്ക് സുഖമില്ലല്ലോ, കുട്ടികളെ സ്കൂളിൽ ചേർക്കേണ്ടെന്ന് ആലോചിച്ച് ടെൻഷൻ അടിക്കുക. ഇത് രണ്ടും തെറ്റ്. എവിടെയാണോ നമ്മളുള്ളത് അവിടെ പൂർണ്ണമായി ഉണ്ടാവുക, അവിടെ പൂർണ്ണമായി അർപ്പിക്കുക. 100% പ്രസന്റേഷൻ ആയിരിക്കണം നമ്മൾ നിൽക്കുന്നിടത്ത്. നമ്മളിപ്പോൾ പലരും മലയാളികൾ അത്
സ്കൂളിലെ കുട്ടികൾക്ക് ക്ലാസ് റൂമിലാവട്ടെ, അല്ലെ പഠിപ്പിക്കുന്ന അധ്യാപകർക്കാവട്ടെ, ജോലി ചെയ്യുന്നവർക്കാവട്ടെ, അവരെ ഒന്ന് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊന്ന് ചിന്തിക്കുക. 5 മണിക്കൂർ സെലക്ട് ചെയ്തിട്ടാണ് 5 സാരി എടുത്തിട്ട് വന്നത് ഇവിടുന്ന് കല്യാൺ സിൽക്സ്. അവസാനം കൗണ്ടറിന്റെ അടുക്കേന്ന് ബില്ല് തയ്യാറാക്കുമ്പോ കണ്ണ് വേറെ, ഇതിലും നല്ല വേറെ ഉണ്ടോന്നേ, ഇതിലും നല്ല ഇനിയുണ്ടോ അലമാരിയിൽ നിന്ന് തിരിഞ്ഞ് അങ്ങോട്ട് നോക്കൂ. എടുത്ത് കഴിഞ്ഞാൽ പിന്നെ അതിൽ സന്തോഷിക്കണ്ടേ, മോശമില്ല, നന്നായിട്ടുണ്ട് എന്ന് അതിൽ ആസ്വദിക്കുക. നമുക്ക് ലഭ്യമായിരിക്കുന്നതിനെ സുന്ദരമാക്കാൻ പഠിക്കുക. ഡ്രൈവർ ആരെന്നോ കണ്ടക്ടർ ആരാണെന്നോ നോക്കാതെയല്ലേ നമ്മൾ ബസ്സിൽ കയറി യാത്ര ചെയ്യുന്നത്. കയറി കഴിഞ്ഞതിന് ശേഷം ഇതാ കണ്ടക്ടർ, ഇതാ ഡ്രൈവർ, അതിനോട് പൊരുത്തപ്പെടുക. ഇതുപോലെ അച്ഛൻ ആരാ അമ്മ ആരാന്ന് നേരത്തെ അറിയാതെയല്ലേ ഭൂമിയിൽ ജനിച്ചവർ. ജനിച്ചതിന് ശേഷം ഇതാ അച്ഛൻ, ഇതാ അമ്മ, അയ്യോ മമ്മൂട്ടീന്റെ മോനായില്ലല്ലോ ഞാൻ എന്ന് ടെൻഷൻ അടിച്ചിട്ട് കാര്യമുണ്ടോ? ലഭിച്ച അച്ഛനെയും ലഭിച്ച അമ്മയെയും സുന്ദരമാക്കാൻ പഠിക്കുക. അതിനെന്താ വേണ്ടേ? അതിന് നമ്മൾക്ക് മനസ്സെന്ന് പറയുന്ന ഒരു സാധനം. ഈ മനസ്സിനെ വളർത്തണം. ഒരു വ്യക്തിത്വത്തിൽ 3 ഘടകങ്ങളുണ്ട്. 1 ആരോഗ്യം, 2 ബുദ്ധി, 3 മനസ്സ്. ആരോഗ്യം ഗംഭീരമാണെന്ന്, നല്ല ഭക്ഷണമാണ്, നല്ല വസ്ത്രമാണ്, നല്ല മരുന്നാണ്, നല്ല എക്സസൈസ് ആണ്, യോഗയാണ്, നടത്തമാണ്, ഉണ്ട്. നല്ല ആരോഗ്യമാണ്, നല്ല സ്റ്റൈലുമാണ്. ബുദ്ധിയോ, നമ്മുടെ പുതിയ കുട്ടികളുടെ ബുദ്ധി എന്ന് പറയണം. 9 വിഷയത്തിൽ A+ ഉണ്ട്, 1 വിഷയത്തിൽ A+ കിട്ടാണ്ടായി പോയി, 89% പോയാൽ അപ്പുറത്തെ ബഷീറും കോയിനാട്ടിനും വന്ന് ചോദിക്കും ഫുൾ A+ ഇല്ല അല്ലേ എന്ന്. ഈ ചോദിക്കുന്ന ബഷീറും കോയിനാട്ടിനും പണ്ട് 210 കിട്ടാണ്ട് തോറ്റ വിദ്വാനായിരിക്കും. എന്തൊരു ബുദ്ധിയാണ് നമ്മുടെ കുട്ടികൾക്ക്! എത്രയോ മാർക്ക് അവര്, എന്തെല്ലാം കോഴ്സ് അവര് പഠിക്കുന്നേ. ഞാനിങ്ങനെ അത്ഭുതത്തോടെ എന്റെ മോനിങ്ങനെ പഠിക്കുമ്പോ അവൻ പരീക്ഷ എഴുതുമ്പോ ഒക്കെ ഞാനിങ്ങനെ നോക്കുക, എന്താ അവന്റെ നമ്മളല്ല ആ സ്ഥാനത്ത് എത്ര മോശമായിരുന്നു. നല്ല ബുദ്ധി, നല്ല ആരോഗ്യം, പക്ഷെ എന്നിട്ടും എവിടെ ചെന്നാലും ചെറുപ്പക്കാരെ പറ്റി കുറ്റം പറയലാണ്. 4 ആൾ ഒത്തുകൂടിയാൽ തന്തവൈഭവം ഉണരും. എന്ത് ഇന്നത്തെ കുട്ടികൾ അല്ല, മോശമല്ലേ? ഓക്കെ, റൈറ്റ്. 5:30 നിർത്തണം എന്നുള്ള രഹസ്യമായിട്ടല്ലേ, ഇത് പരസ്യമാണ്. അപ്പോ ആരോഗ്യം ഗംഭീരാണ്, ബുദ്ധി ഗംഭീരാണ്. മനസ്സും ബുദ്ധി ഒന്നാണോ? പഹൽഗാമിലെ ടൂറിസ്റ്റുകളെ വെടിവെച്ചു കൊന്ന ഭീകരന്മാരല്ല അപാര ബുദ്ധിമാന്മാരാണ്. അത് അതിൽ ഡോക്ടറേറ്റ് നേടിയ ആളുണ്ട്, കേരളത്തിൽ വന്ന് ഡിഗ്രി പാസ്സായ ആളുണ്ട്. ഇത്ര കാലം പട്ടാളവും പോലീസും വിചാരിച്ചിട്ട് അവരെ പിടിക്കാൻ പറ്റിയോ? അപ്പൊ ബുദ്ധിയില്ലേ ഗംഭീരായിട്ട്? പക്ഷെ കൊല്ലരുതെന്ന മനസ്സവർക്കുണ്ടായില്ല. മരിച്ചു കിടക്കുന്ന ഭർത്താവിന്റെ അടുത്ത് മുട്ടും കുത്തി കരയുന്ന ഒരു ഭാര്യയുടെ ചിത്രം നമ്മൾ ടിവിയിലും സോഷ്യൽ മീഡിയയിലും പത്രത്തിലെല്ലാം കണ്ടില്ലേ? അവള് നാട്ടിൽ വന്നിട്ട് പറഞ്ഞു കേട്ടോ, ആ കുതിരക്കാരനാണ് ഞങ്ങളൊക്കെ രക്ഷപ്പെടുത്തിയത്, ബാക്കിയുള്ള ആളെ നാട്ടിലെത്താൻ സഹായിച്ചത്. അവൻ ദൈവദൂതനെ പോലെയായിരുന്നു ഞങ്ങൾക്ക്. ആ കുതിരക്കാരൻ 8ാം ക്ലാസ് തോറ്റവനാ, ബുദ്ധിയില്ല, അതുകൊണ്ടാ കുതിരയെ നോക്കുന്നത്. പക്ഷെ അവന് മനസ്സുണ്ടായിരുന്നു. ഈ മനസ്സിനെയും കൂടി സാന്നിധ്യമാക്കി മാറ്റിയെടുക്കണം. ബുദ്ധി മാത്രം പോരാ, മനസ്സ് വേണം. ആ മനസ്സ് വളർത്തിയെടുക്കാൻ എന്താ മാർഗം? അതിനുള്ളൊരു കഷായമാണ് സോഫ്റ്റ് ആൻഡ് കഷായം. സോഫ്റ്റ് ആൻഡ് യുവർ കമ്മ്യൂണിക്കേഷൻ. നിങ്ങളുടെ ഓഫീസിലുള്ളവർ, നിങ്ങളുടെ സഹപ്രവർത്തകർ, നിങ്ങളുടെ ജോലിക്കാർ, നിങ്ങളുടെ കുടുംബാംഗങ്ങൾ, നിങ്ങളുടെ സുഹൃത്തുക്കൾ, ഇവരോടുള്ള കമ്മ്യൂണിക്കേഷൻ സോഫ്റ്റൻ ആക്കേണ്ട ഒരു മന്ത്രവും പറഞ്ഞ് ഞാൻ നിർത്താം. സോഫ്റ്റന്റെ സ്പെല്ലിംഗ് മാത്രം പഠിച്ചാൽ മതി. SOFTEN. S ഫോർ സ്മൈൽ. പുഞ്ചിരിക്കാൻ പഠിക്കുക, അത്രയേ വേണ്ടൂ. നിങ്ങൾ ഏത് വലിയ സ്ഥാപനത്തിന്റെ ഉടമയായാലും അവിടെ ചെന്ന് കയറുമ്പോൾ ഓഫീസിലുള്ളവരോടും സ്റ്റാഫിനോടും ഒന്ന് പുഞ്ചിരിച്ചു നോക്കൂ. അത് അവർക്കല്ല ഗുണം, നിങ്ങൾക്കാണ് കിട്ടുക. ഒരാൾ ചിരിക്കുന്നുണ്ടെങ്കിൽ ചിരി കാണുന്നവരെക്കാൾ ഊർജം കിട്ടുന്നത് ചിരിക്കുന്നവർക്കാണ് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് സ്മൈൽ, ഒന്ന് പുഞ്ചിരിക്കുക. എന്റെ നാട്ടില് ഒരു സ്കൂളിൽ ഗ്രാൻഡ് ഫാദർ ഗ്രാൻഡ് മദർ സംഗമം വെച്ചു. ഒരുപാട് ആള് വന്നു. കാരണം അച്ഛനും അമ്മയും 2 ആളില്ലേ ഉള്ളൂ. ഗ്രാൻഡ് ഫാദർ 4 ആളുടെ വരും, ഗ്രാൻഡ് മദർ.
അവരെ ഒരു ഭാഗത്ത് ഇരുത്തി മറ്റൊരു ഭാഗത്ത് കുട്ടികളെ ഇരുത്തിയിട്ട് പ്രിൻസിപ്പളും ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക, മക്കളെ കണ്ടോ, ഇവരെ നോക്കൂ, ഇവരെ സ്നേഹിക്കണം, സഹായിക്കണം, പരിഗണിക്കണം. എന്നിട്ട് ക്ലീശ ഒരു ഉദാഹരണം പറഞ്ഞു. സ്ഥിരം കേട്ട് പഴകിയ പഴുത്ത പ്ലാവില വീഴുമ്പോൾ പച്ചപ്ലാവില ചിരിക്കും. പക്ഷെ പച്ചപ്ലാവില ഇതുപോലൊരു കാലം പഴുത്തു വീഴും അല്ലേ എന്നോർക്കണമെന്ന് പറഞ്ഞപ്പോ, അവിടെ ചിരിക്കല്ലേ എന്ന് പറഞ്ഞപ്പോ വിനീത് എന്ന് പറഞ്ഞൊരു പയ്യനാ സദസ്സിൽ ഒരു 6ാം ക്ലാസ്സിൽ ചോദിച്ചു, സാറേ പഴുത്ത പ്ലാവില വീഴുമ്പോ പച്ചപ്ലാവില ചിരിക്കാതിരുന്ന പഴുക്കടുക്കൂ? എന്തായാലും പഴുക്കൂലേ, പിന്നെ ചിരിക്കുന്നല്ലേ നല്ലത്. മനസ്സിലായി? ഒന്ന് പുഞ്ചിരിക്കും. ചിരിക്കാൻ അറിയുന്ന ഒരേ ഒരു ജന്തു മനുഷ്യനാണ്. സ്മൈൽ. നിങ്ങൾ ചിരിച്ചാ പോരാ, നിങ്ങളുടെ വീടും ചിരിക്കണം. വീട് ചിരിക്കുക എങ്ങനെയാണ്? വീടിന്റെ ചുണ്ടാണ് മുന്നിലത്തെ വാതിൽ, അതൊന്ന് തുറക്കണം. അകത്തെല്ലാ പരിപാടി കഴിഞ്ഞ് പോകാൻ നോക്കുമ്പോൾ വാതിൽ തുറന്ന് ടപ്പെന്ന് പറഞ്ഞ് അടച്ചു പോകുന്ന വീടാണോ? ആ വീട്ടിൽ മനുഷ്യരല്ല. രാവിലെ ഉണർന്നാൽ തന്നെ അത്ഭുതകരമായ ഒരു പ്രതിഭാസം അവിടെയുണ്ട്. കൊച്ചിൻ ബിനാലേക്ക് 300 കോടി രൂപയുടെ ഇൻസ്റ്റലേഷൻ നടത്തി. 3000 കോടി ചെലവഴിച്ചാൽ കിട്ടാത്തൊരു ഇൻസ്റ്റലേഷൻ നിങ്ങളുടെ വീട്ടിന്റെ മുന്നിലുണ്ട്. സുപ്രഭാതം, 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 സുപ്രഭാതം. ആ പ്രഭാതത്തെ നിങ്ങളും നിങ്ങളുടെ ഭാര്യയും നിങ്ങളുടെ മക്കളോടൊത്ത് രാവിലെ ഒന്ന് വരാന്തയിലേക്ക് വാ. ഭാര്യയോട് പറയാ രാവിലെ ഇസ്രായേലിലെ പട്ടാളക്കാരെ പണി പിന്നെടുക്കാം. 2-3 മാസമായിരിക്കും അത് നിർത്തി. 2-3 കൊല്ലമായിട്ട് ഇസ്രായേലിലെ പട്ടാളക്കാരെന്താ ചെയ്യുന്നത്? രാവിലെ ഉണർന്ന ഉടനെ പല്ല് വരെ തേക്കില്ല, നേരെ പോയിട്ട് 3 മിസൈൽ അധികം. 3 മിസൈൽ വിട്ടതിന് ശേഷം ബാക്കി കാര്യങ്ങൾ വരച്ചു. നമ്മൾ എന്താ ചെയ്യുന്നത്? ഉമ്മമാര് രാവിലെ എണീറ്റൊരു തോക്ക് കയ്യിലിടും, എല്ലാവരും കിട്ടും. എന്നിട്ട് ഗ്യാസിന്റെ അടിയിലേക്ക് ഒന്ന് ഊളിയിട്ടിറങ്ങി ടിക്ക് 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 3 അടുപ്പും കത്തിക്കും അല്ലേ? ഭക്ഷണം പാചകം ചെയ്യാനുള്ള അടുപ്പ് കത്തിക്കൽ അത് പിന്നെയാവാം. വാതിൽ തുറക്കൂ, വരാന്തയിലിറങ്ങും, മുറ്റത്തിറങ്ങും, പൂക്കളെ കാണും, പൂമ്പാറ്റകളെ കാണും, സൂര്യപ്രകാശത്തെ കാണും. അല്പനേരം 10 മിനിറ്റ് നേരം നിങ്ങൾ മുറ്റത്തും വരാന്തയിലും കുട്ടികളോടൊത്തും കുടുംബാംഗങ്ങളോടൊത്തും നടക്കുന്ന സംവിധാനത്തിലേക്ക് നിങ്ങൾ മാറിയാൽ നിങ്ങൾക്ക് കിട്ടുന്ന എനർജി ഏത് പ്രോട്ടീൻ പൗഡർ കഴിച്ചതിനേക്കാൾ കിട്ടുന്നതായിരിക്കും നിങ്ങളുടെ മനസ്സിന് കിട്ടുന്ന എനർജി. അതുകൊണ്ട് സ്മൈൽ യുവർ ഹോം ആൻഡ് സ്മൈൽ യുവർ മൗത്ത്. ഓ ഫോർ ഓപ്പൺ ദി ഹെഡ്. ഹൃദയം തുറന്ന് വർത്തമാനം പറയാം. വട്ടത്തിലിരിക്കണം. വീട്ടുകാരും ഓഫീസ് സ്റ്റാഫും എല്ലാം ഇടയ്ക്കൊന്ന് വട്ടത്തിലിരിക്കുക. ഹൃദയം തുറന്ന് പറയണം. അവിടെ നെഗറ്റീവ് പറയരുത്. അതാരാ പോകുന്നത്? ഗോവിന്ദാട്ടന മഹാവൃത്തിയായിട്ട്. മറ്റാരാ? പഞ്ചായത്ത് മെമ്പർ ഒരു ചുക്കിന് പോകില്ല. പഞ്ചായത്ത് പ്രസിഡന്റ് മഹാവത്ത്, MLA പോക്ക്, മന്ത്രിമാരെല്ലാം ഭക്ഷണന്മാര്, മുഖ്യമന്ത്രി ഭീകരൻ, പ്രധാനമന്ത്രി അതിലും ഭീകരൻ, എല്ലാരും മോശ. ഒരാളെ ഉള്ളു ലോകത്ത് നല്ല. അതാരാ? ഞാൻ മാത്രം. ഇത് കേട്ട് 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 നമ്മുടെ പുതിയ തലമുറയുടെ അടിസ്ഥാന ഭാവം ഐ ആം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ. ഞാൻ മാത്രം ശരി, നിങ്ങളൊന്നും ശരിയല്ല. അതിന്റെ കൂടെ 5 ശരി കൂടി ചെയ്യും. ഞാൻ മാത്രം ശരി, എന്റെ ദൈവം മാത്രം ശരി, എന്റെ ജാതി മാത്രം ശരി, എന്റെ മതം മാത്രം ശരി, എന്റെ പാർട്ടി മാത്രം ശരി, എന്റെ രാജ്യം മാത്രം ശരി. ഈ 6 ശരി കൊണ്ടാണ് ലോകത്തെ എല്ലാ തെറ്റും ഉണ്ടാവുന്നത്. കഴിഞ്ഞ ഒറ്റ കൊല്ലം 1,29,000 കൊലപാതകം നടന്നു ഈ ഭൂമിയിൽ. അറിയും? കഴിഞ്ഞ ഒരു കൊല്ലം കൊണ്ട് ഈ ഭൂമിയിൽ 1,29,000 ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. കുറെ മണിപ്പൂരിൽ, കുറെ ഉക്രൈനിൽ, കുറെ ഗാസയിൽ കൊല്ലപ്പെട്ടെല്ലാം കൂടി. കേരളത്തിൽ 311 മരണം. 311 കൊലപാതകം കേരളത്തിൽ മാത്രം കഴിഞ്ഞ കൊല്ലം ഉണ്ടായി. ഇത് മുഴുവൻ കാരണം ഈ 6 ശരി കൊണ്ടാണ്. ഇതിന്റെ കാരണം നിങ്ങളുടെ ദുഷിപ്പ് കൊണ്ടാണ്. പരുക്കനാണ് ഈ ലോകം, പക്ഷേ ആരാമങ്ങളും ഉണ്ട് ഇവിടെ. പൂന്തോട്ടങ്ങളെയും കാട്ടിക്കൊടുക്കും. അതുകൊണ്ട് ഓപ്പൺ ദി ഹെഡ്, ഹൃദയം തുറക്കൂ. എഫ് ഫോർവേഡ് ലീൻ, ഞാൻ ഈ സ്ഥാപനത്തിന്റെ അധികാരിയാ എന്ന് പറയുന്ന ഇങ്ങനെ ഇരിക്കുന്നത് നല്ലത്. ആ സ്ഥാപനത്തിലുള്ള ആളോട് ഒന്ന് കുനിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ കാലിന്റെ മുട്ട് മാത്രമേ പുറകോട്ട് മടങ്ങൂ, ബാക്കി സന്ധികളെല്ലാം മുന്നോട്ട് മടങ്ങുന്ന. കാലിന്റെ മുട്ട് പുറകോട്ട് മടക്കി വെച്ചത് മുന്നോട്ട് ഓടാൻ വേണ്ടിയാ. എന്നിട്ട് നമ്മൾ ഞാനേ എന്തിന് മൈക്രോസ്കോപ്പിലൂടെ മാത്രം കാണുന്ന ഒരു വൈറസ് വിചാരിച്ചിട്ട് ലോകത്തിലുള്ള സകല വ്യവസായങ്ങളും 2 കൊല്ലം കൂട്ടിയിട്ടില്ലേ? എന്നിട്ടും നമുക്ക് എന്തിനാകണ്ട? ഒന്ന് മുന്നോട്ട് കുനിയും. നിങ്ങളുടെ കൊച്ചുകുട്ടി, മകളുടെയോ മകന്റെയോ കുട്ടിയോ, ഞാൻ വലിയ സ്ഥാപനത്തിന്റെ ഉടമയാണ്, കുനിയില്ല വാ എന്ന് പറഞ്ഞിട്ട് എടുക്കാൻ പറ്റുമോ? നമ്മൾ കുട്ടിയിലേക്ക് താണാലേ കുട്ടി നമ്മളിലേക്ക് ഉയരും. ഫോർവേഡിലേക്ക് മുന്നോട്ട് കുനിയാൻ പഠിക്കും.
ഈഗോ വേണ്ട. അടുത്ത ടച്ച്, നമ്മുടെ ശരീരത്തിലുള്ള ബന്ധം. നിങ്ങൾ ഏതെങ്കിലും ഒരു വ്യവസായത്തിലെ തൊഴിൽ തർക്കത്തിന്റെ കൺസലേഷന് പോയാൽ, പ്രശ്നം പരിഹരിക്കാൻ പോയാൽ, ആ പ്രശ്നം പരിഹരിക്കാൻ ഏറ്റവും നല്ല മാർഗം ആ എതിർകക്ഷിയുമായിട്ടുള്ള ബന്ധത്തിൽ ചിരിയും വർത്താനം പറയുന്നതും ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കുന്നതിന് നല്ലത് അവരെ ചുമലൊന്ന് കൈവച്ചാൽ മതി, പകുതി പ്രശ്നം തീരും. അവർക്ക് കൈയൊന്ന് ഷെയ്ക്കേണ്ടി കൊടുത്താൽ മതി, ഒന്ന് ചേർത്ത് പിടിച്ചാൽ മതി. ത്വക്കിലുള്ള സ്പർശമാണ് ഏറ്റവും പ്രധാനം. കണ്ണ്, മൂക്ക്, നാക്ക്, കാത്, പഞ്ചേന്ദ്രിയങ്ങളിൽ ഈ 4 പ്രധാനം സ്നേഹഗ്രന്ഥിയുള്ള ത്വക്കാണ്. വല്ലാത്ത സന്തോഷം ഉണ്ടായാൽ രോമകൂടങ്ങൾ ഇങ്ങനെ കിഴങ്ങിന് കുതിരക്കുട്ടി പോലെ പൊങ്ങി വരില്ലേ? അതിനെന്താ പേര്? രോമാഞ്ചം അല്ലേ? രോമാഞ്ചം. രോമമില്ലാത്തവർക്ക് തോലാഞ്ചം ഉണ്ടാവും അല്ലേ? അതാണ്. അവിടെ സ്പർശിക്കൂ, ത്വക്കിൽ സ്പർശിക്കുക, കെട്ടിപ്പിടിക്കുക, മൊത്തം കൊടുക്കുക. നിങ്ങൾ ഭാര്യയെ സ്പർശിക്കാറില്ലേ? എവിടെ? ഇരുട്ടത്തല്ല, വെളിച്ചത്തിൽ. വെളിച്ചത്തിൽ മക്കളുടെ മുന്നിൽ കുടുംബാംഗങ്ങളോട് അടുത്തിരുന്ന് ഭാര്യയും ഭർത്താവും അടുത്തിരുന്ന് വർത്തമാനം പറയാറുണ്ട്. അത് കുട്ടികൾക്ക് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. പ്രണയം എന്ന് പറഞ്ഞാൽ വിവാഹം കഴിയുന്നവരെയുള്ള പരിപാടിയാണ്. രാവിലെ, ഉച്ചയ്ക്ക്, രാത്രി ഐ ലവ് യു എന്നായിരിക്കും. വിവാഹം കഴിഞ്ഞതിന് ശേഷം ഒരു തവണ ഐ ലവ് യു എന്ന് പറഞ്ഞു, ഐ ലൈക്ക് യു എന്ന് പറഞ്ഞു. വിവാഹം കഴിഞ്ഞാൽ പറയാൻ പാടില്ലേ? അത് ഐ ലവ് യു, ഐ ലൈക്ക് യു എന്ന് പറയാൻ പാടില്ലേ? എന്താ പറയാത്തത്? കുന്നംകുളത്ത് ഇതുപോലൊരു ക്ലാസ്, LIC കാർക്ക് ക്ലാസ് എടുക്കുമ്പോഴാണ് ഒരാൾ എഴുന്നേറ്റ് പറയാം. വിവാഹം കഴിഞ്ഞാൽ എന്താ ഐ ലവ് യു പറയാത്തതെന്നറിയോ? എന്താ? ഇലക്ഷൻ കഴിഞ്ഞാൽ പിന്നെ പ്രചരണം വേണ്ടല്ലോ എന്നാണ്. അപ്പൊ ഇലക്ഷന്റെ തട്ടിപ്പാണോ ഇത്? അതുകൊണ്ട് ടച്ച്, ഭാര്യയും ഭർത്താവും എല്ലായിട്ടും നല്ല ടച്ച് വേണം. അടുത്തത് ഈ ഐ കോണ്ടാക്ട്, കണ്ണിൽ നോക്കി സംസാരിക്കുക. കണ്ണ് കൃഷ്ണമണി മധ്യത്തിൽ വെച്ചിട്ട് വേണം ആരോട് സംസാരിക്കാൻ. ഒരാളെ കീഴ്പ്പെടുത്താൻ ഏറ്റവും നല്ലത് മേധാവിത്വത്തിന്റെ ഭാവമാണ് കൃഷ്ണമണി താഴെയും മേലെയും വെക്കുന്നത്. മക്കളോട് എന്താ നീ കോളേജിൽ നിന്ന് ലേറ്റായ, ഇതാണ് കൃഷ്ണമണി താഴെ, നിങ്ങൾക്ക് എത്രയാ മാർക്ക്, ഇതാണ് കൃഷ്ണമണി മേലെ. ഇത് രണ്ടും തെറ്റാണ്. മധ്യത്തിൽ വെച്ച് സംസാരിക്കുക. ഐ കോണ്ടാക്ട്, കണ്ണിൽ നോക്കി സംസാരിക്കുക. SOFTEI. അടുത്തത് N, പറയുമ്പോൾ ഡെമോക്രാറ്റിക് സ്വഭാവം ഉണ്ടാവുക. എന്താ ഡെമോക്രാറ്റിക് സ്വഭാവം? അങ്ങോട്ട് പറച്ചാലല്ല, ചില ആൾ ആകാശവാണി പോലെയാണ്. ആകാശവാണി ഇങ്ങനെ കേൾക്കുക എന്നല്ലാണ്ട് അങ്ങോട്ടൊന്നും പറയാൻ പറ്റില്ലല്ലോ. അതുപോലെ നോ, പറയാനൊരു നാമേ ഉള്ളൂ നമുക്ക്, പക്ഷേ കേൾക്കാൻ 2 ചെവിയുണ്ട് നമുക്ക്. അവർ പറയുന്നത് കേൾക്കാൻ തയ്യാറാവണം. കേട്ടാൽ മാത്രം പോരാ, അതിനോട് പ്രതികരിക്കണം, നോഡിങ്, തലകുലിക്കണം. ആ ശരി ശരി ശരി, നീ പറഞ്ഞു ശരി, സമ്മതിക്കുക. ഭാര്യ പറഞ്ഞാൽ, മക്കൾ പറഞ്ഞാൽ, തൊഴിലാളികൾ പറഞ്ഞാൽ ആദ്യം അത് അഡ്മിറ്റ് ചെയ്യുക. അതിനെ എതിർക്കാൻ ഏറ്റവും നല്ല മാർഗം പറയുന്നത് അഡ്മിറ്റ് ചെയ്യുക എന്നതാണ്. ഞാനത് മനസ്സിലാക്കി, പക്ഷേ ഇങ്ങനെയാണെന്ന് പറഞ്ഞ് അതിന്റെ വിശദീകരണം കൊടുക്കുക. അല്ലാതെ നീ പറയണ്ട, ഞാൻ പറയുന്നത് മാത്രം എന്നത് ഡെമോക്രസി അല്ല. ഡെമോക്രസി എന്ന് പറഞ്ഞാൽ വോട്ട് ചെയ്യലല്ല, പരസ്പര ബഹുമാനമാണ്. അപ്പോ നോഡിങ്, അപ്പൊ സ്മൈൽ, ഓപ്പൺ ഹെഡ്, ഫോർവേഡ് ലീൻ, ടച്ച്, ഐ കോണ്ടാക്ട്, നോഡിങ്. സോഫ്റ്റ് ഇൻ യുവർ കമ്മ്യൂണിക്കേഷൻ. അത് പ്രകൃതിയോട്, കുടുംബാംഗങ്ങളോട്, തൊഴിലാളികളോട്, സുഹൃത്തുക്കളോട് നല്ല കമ്മ്യൂണിക്കേഷനിലൂടെ നല്ല മനസ്സ് വളർത്തുമ്പോൾ ആ മനസ്സാണ് നിങ്ങളുടെ ഏറ്റവും വലിയ മൂലധനം. നിങ്ങളുടെ ബാങ്ക് ഡിപ്പോസിറ്റ് അല്ല, നിങ്ങളുടെ മനസ്സ്, സംതൃപ്തിയുള്ളൊരു മനസ്സ്. ഈ പണം എന്ന് പറഞ്ഞാൽ എന്താ? മണി ഈസ് വാട്ട് മണി ഡസ്. പണം എന്ത് ചെയ്യുന്നു